കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ മാഡം, ഇത് ഞാൻ അർജുൻ. എന്താ അർജുൻ? ഇനിയൊരിക്കലും തിരിച്ചു വരില്ലെന്ന് എല്ലാവരും പറയുന്നു. ശരിയാണോ? എന്നാരാ പറഞ്ഞേ? ഓരോരുത്തരൊക്കെ അങ്ങനെ പറയുന്നു. പക്ഷേ മാഡം തിരിച്ചു വരണം. സാറിന് നല്ല വിഷമമുണ്ട്. നോക്കട്ടെ. സാറിനെ ചതിച്ചതാ മാഡം. ആ മൂർത്തി അതിൻ്റെ പിന്നിൽ. അയാളുടെ കൂടെ ഞാൻ ആ പെണ്ണിനെ കണ്ടു. ഏത് പെണ്ണിനെ? സാറിനെ ട്രാപ്പിലാക്കിയ ആ പെണ്ണില്ലേ, അവളെ തന്നെ. അർജുൻ പറഞ്ഞതെനിക്ക് മനസ്സിലായി. ഇനിയും അവൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ അത് മറ്റെന്തോ ലക്ഷ്യം ഉള്ളിൽ കണ്ടോണ്ട. എന്തായാലും എനിക്ക് അർജുനെ ഒന്ന് നേരിട്ട് കാണുമായിരുന്നു. നാളെ ഒന്ന് സരോവരത്തിലേക്ക് വരാൻ പറ്റുമോ? ആനന്ദ മാഡം, ഞാൻ വരാം. അപ്പോ വെക്കട്ടെ മാഡം. ശരി. മോളെ, നീ അങ്ങോട്ട് രാവിലെ? ഞാൻ ഇന്നലെ പറഞ്ഞത് അച്ഛൻ മറന്നുപോയോ? ജോലിയുടെ കാര്യം. ജോലി? അത് DKക്ക് നാണക്കേടാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? അതിനുള്ള മറുപടിയും ഞാൻ അപ്പോഴേ പറഞ്ഞതാണല്ലോ. മോളെ, നീ പറഞ്ഞു ശരി തന്നെ. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി നീ ജോലിക്ക് പോകുന്നതാണ് എന്റെ അഭിപ്രായം. അതിനിപ്പോ എന്തിനു വെയിറ്റ് ചെയ്യുന്നേ? ഇത്രയും നേരത്തെ ഒരു ജോലി കിട്ടുന്നല്ലേ നല്ലത്? അച്ഛാ, ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ജീവിതത്തിൽ ഇപ്പോ പല പ്രശ്നവും വരും. അതിനെയൊക്കെ നേരിടാൻ കരുത്ത് നേടുക എന്നുള്ളതല്ലേ കാര്യം. അതിനെ ഈ ജോലി. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. നിക്കേ, അങ്ങനെ ജോലിക്ക് പോകാനാണെങ്കിൽ നീ DKയുടെ റെസ്റ്റോറന്റിൽ തന്നെ പോയിക്കോ. അവിടെ ആവുമ്പോ ആരും നിന്നെ ഭരിക്കാനും വരില്ല. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജോലിയും ചെയ്യാം. അമ്മയുടെ ബുദ്ധി എന്തായാലും അടിപൊളി. നീ എന്തു പറയുന്നു? അത് പറ്റില്ല മമ്മി. ഞാൻ അവിടെ ജോലിക്ക് പോയാ ഒന്നാമത് എന്നെ അവിടെ ഒരു ജോലിക്കാരിയെ കാണാൻ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, ആ ഹിറ്റ്ലർക്ക് അത് ഇഷ്ടാവേയില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? എന്തായാലും തൽക്കാലം നീ ഇപ്പൊ ഈ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട. അഥവാ പോണമെങ്കിൽ തന്നെ നിന്റെയും DKയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ. അത് കഴിഞ്ഞ് മതി ജോലിക്ക് പോകുക. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അത് നടക്കില്ല. എന്നെ തടയരുത്. ഖാലിദിന് മൂർത്തി അറിയാമോ? അറിയാം സാർ. സാർ, പണ്ട് മൂർത്തിയും മരിച്ചുപോയ അയാളുടെ ഭാര്യ വൈജയന്തിയും കൂടി കുറച്ചുനാൾ ഖാലിദിന്റെ വീടിനടുത്ത് താമസിച്ചിരുന്നു. അന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഖാലിദാണ്. നേരത്തെ അവിടെ താമസിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും താമസിക്കുന്നത്? അതെ സാറേ. ഖാലിദ് മൂർത്തി അവസാനം കണ്ടപ്പോഴാ? ഇന്നലെ വൈകുന്നേരം. എന്തേ, അയക്കൊല്ല കുഴപ്പമുണ്ട? കുഴപ്പം വരാതിരിക്കാനാണ് അയാളെ ഞങ്ങൾ കാണുന്നത്. അയാൾ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടോ? ഉണ്ട് സാറേ. അയാൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ സാറേ. വൈജയന്തി മേഡം മരിച്ചതിന് ശേഷം കുറച്ചു കാലമായി മൂർത്തി വരാറായില്ലെന്നാ ഇയാൾ പറയുന്നത്. കുറച്ച് ദിവസം മുൻപാണ് മറ്റൊരു സ്ത്രീയുമായി അയാൾ വീണ്ടും വന്നത്. ഒരു ദിവസം നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. പത്രത്തിൽ പടവും വാർത്തയും വന്നപ്പോഴാണ് ഇയാൾക്ക് കാര്യം മനസ്സിലായത്. മൂർത്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഹേമ തന്നെയാണ് സാർ. അതെ സാറേ, മൂർത്തിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഹേമ തന്നെയാ. ഇപ്പോ അവരവിടെ തന്നെ ഉണ്ടോ? അറിയില്ല സാറേ. പിന്നെ നമ്മൾ അവിടേക്ക് പോയിട്ടില്ല.
സാറിൻ്റെ കൂടെ പോലീസ് പിടിച്ച സ്ത്രീകളും പുരുഷന്മാരും ആയിരിക്കണം അന്നവിടെ ഉണ്ടായിരുന്നത്. അതെ സാറേ, അവരെ തന്നെയാ നമ്മൾ കണ്ടത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോകണം? ഒരു 5 കിലോമീറ്റർ. ഇതൊക്കെ പുതിയ സ്റ്റോക്കാ, ഇന്നലെ വന്നേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ സർ. ആ പറയൂ. സർ, ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജോലിയുടെ കാര്യം പറയാൻ. സാറൊന്നും പറഞ്ഞില്ലായിരുന്നു. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കുട്ടി DK റെസ്റ്റോറന്റിലെ? ആ അതെ, DKയുടെ മിസ്സസാ. DKയുടെ മിസ്സിന് എന്തിനാ ഞങ്ങളുടെ ജോലി? അല്ല, DK പുതിയ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. നാണമില്ല ഇയാൾക്ക് ഇത്തരം വൃത്തിയിട്ട കാര്യങ്ങൾ ചെയ്യാൻ. നിർത്തടോ, എന്റെ ഏടിനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. കുറ്റം പറയരുത്, കാണിക്കാം. കൊച്ചിറങ്ങിപ്പോയ കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അല്ല, അയാൾ ഇനി ഇതുപോലുള്ള പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ? വാണിഭവീരൻ. നിർത്തടോ, ആരോടോ വാണിഭകാരൻ? അതൊക്കെ അവിടെ വെക്ക്. പറയടോ, ആരോടോ വാണിഭകാരൻ? ആരാ വാണിഭകാരനെന്ന് പറയാൻ? ജോലി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ. അയ്യോ, അതിങ്ങ് തന്നേക്ക്. ആരെങ്കിലും കണ്ട അതിങ്ങ് താവച്ചേ, ആരെങ്കിലും കാണും. മൊട്ടത്തലയാ പിന്നാക്കുമാറാ. താനും കേട്ട കളിയാക്കല്ലേ? മൊട്ടത്തലയിൽ പരട്ട വിഗമിച്ചോണ്ട് നടക്കാ വൃത്തിയായിട്ടവൻ. തന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടോ. കൊച്ചാന്റെ വിഗ് തരൂല. വിഗ് തന്നിട്ട് പോ. തന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടോ. തന്നിട്ട് പോ. അയ്യോ, ഞാൻ ഇനി എങ്ങനെ പുറത്തിറങ്ങും? താൻ ഇനി പുറത്തിറങ്ങണ്ടോ. ഇത് ഞാനേ കത്തിക്കാൻ പോവാ. താനും ഏട്ടന് അനാവശ്യം പറയൂല്ലേ? വിഗ് ഇങ്ങ് താ. തരണില്ല. ഇത് ഞാൻ ഇപ്പൊ കത്തിക്കും. ചാട്ടിത്തലയാ മോട്ടത്തലയാ, എനിക്ക് തന്നെ ജോലി വേണം. ഒന്നും വേണ്ടോ. അയ്യോ, അർജുൻ സാർ, എന്തായാലും മൂർത്തി അവളുള്ള സ്ഥലം നമുക്ക് പിടികിട്ടി. തൽക്കാലം അവർ രക്ഷപ്പെട്ടു. പക്ഷേ ആ സ്ഥലം ഇനി എപ്പോഴും അർജുന്റെ നിരീക്ഷണത്തിലായിരിക്കണം. അത് ഞാൻ ഏറ്റു സാർ. രണ്ടും കൂടി വീട് പൂട്ടി എങ്ങോട്ട് പോയിരിക്കുകയാണ്. ഖാലിദ് അവൻ തിരിച്ചു വന്നാൽ ഉടനെ നമ്മളെ വിവരം അറിയിക്കും. അയാൾ ചതിക്കോ? ഇല്ല സാർ, ഖാലിദിനെ വർഷങ്ങളായി എനിക്കറിയാം. ഒരു കാര്യം ഏൽപ്പിച്ച ഖാലിദ് അത് ചെയ്തിരിക്കും. വാങ്ങിയ പണത്തിന് അയാൾ ജോലി ചെയ്തിരിക്കും സാർ. അയാളെ ഞാൻ വിളിച്ചോളാം സാർ. ഹലോ. DK, നിങ്ങളുടെ ഭാര്യ ജോലി അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. എന്തു പറ്റി? നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. എനിക്ക് ആള് മാറിയതല്ല DK. ജ്യോതി എന്നല്ലേ നിങ്ങളുടെ ഭാര്യയുടെ പേര്? അതെ. അപ്പൊ അത് തന്നെ. ഇപ്പൊ എന്റെ അടുത്ത് ജോലി അന്വേഷിച്ച് വന്നിട്ട് പോയതേ ഉള്ളൂ. ഞാൻ അവർക്ക് ജോലി കൊടുത്തോട്ടെ DK? വേണ്ട, നിങ്ങളുടെ ജോലി എന്റെ ഭാര്യയ്ക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്താ DK ആളുകളെ കളിയാക്കണോ? ഭാര്യ ജോലി അന്വേഷിച്ച് വരുന്നു, ഭർത്താവ് വേണ്ടാന്ന് പറയുന്നു. ഹലോ, ആരാ? ജ്യോതിയല്ലേ DKയുടെ ഭാര്യ? അതെല്ലോ. നിങ്ങളാരാ? നിങ്ങളന്ന് ജോലി അന്വേഷിച്ച് വന്ന കമ്പനിയില്ലേ? ഞാൻ അവിടുത്തെ മാനേജരാ. താങ്ക്സ്. ഞാൻ എപ്പോഴാണ് ജോയിൻ ചെയ്യണ്ടേ? നാളെയാണോ അതോ 1-ാം തീയതിയാണോ? നിങ്ങൾ ജോയിൻ ചെയ്യണ്ടെന്ന് പറയാനാ വിളിച്ചത്. ഈ ജോലി നിങ്ങൾക്ക് തരണ്ടെന്ന് ഞങ്ങളുടെ MD പറഞ്ഞു. അതെന്താ? അതെ, DK റെസ്റ്റോറന്റുമായിട്ട് ഞങ്ങൾക്ക് പല ഇടപാടുകളും ഉണ്ട്. MD DK വിളിച്ച് ചോദിച്ചു. നിങ്ങൾക്ക് ജോലി തരണ്ടെന്ന് DK പറഞ്ഞു. സോറി മാഡം. എന്തൊരു കഷ്ടമായത്. എനിക്ക് ജോലി തരണ്ടെന്ന് പറയാൻ ഇയാളാരോ? ആ കുശിനിക്കാരനൊന്ന് വിളിച്ചാലോ?
ഓക്കെ, അത് സാരമില്ല. ഇപ്പൊ ജോലിയൊന്നും ആവശ്യമില്ല. ചുമ്മാ ഒരു സൗന്ദര്യപ്പണക്കം, ഒരു ഗെയിം, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ബില്ല് അയക്കാൻ പറയും, അത് ഞാൻ സെറ്റിൽ ചെയ്തേക്കാം. ഗുഡ് നൈറ്റ്. ആ ബേക്കറിക്കാരി അങ്ങനെ ഇപ്പൊ വേറൊരിടത്ത് പോയി ജോലി ചെയ്യണ്ട. വേണമെങ്കിൽ DK റെസ്റ്റോറന്റിൽ വന്ന് ജോലി ചെയ്യട്ടെ. അതിനെന്റെ പട്ടി വരും. എങ്ങും ജോലി കിട്ടാതിരിക്കുമ്പോ കുശിനിക്കാരന്റെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നായിരിക്കും വിചാരം. ഇന്ന് ഹിറ്റ്ലറിനോട് ഞാൻ 2 പറഞ്ഞിട്ടേ ഉള്ളൂ. ഇയാൾ ആരാന്ന് ഇയാളെ വിചാരം? കുശിനിക്കാരൻ. ഇപ്പൊ തന്നെ വിളിക്കാം. നാളെ ആയാലേ ഈ ചൂടങ്ങ് പോവും. ആ ബേക്കറിക്കാര് വിളിക്കുന്നുണ്ട്, കുറച്ച് വിളിക്കട്ടെ. ഇയാളെന്താ ഫോൺ എടുക്കാത്ത? കുശിനിക്കാരൻ മനഃപൂർവ്വം എടുക്കാത്തതാണെന്ന് തോന്നുന്നേ. അതിനി ശരിക്കും പിണങ്ങിട്ട എന്നാ പിന്നെ ഞാനും വിളിക്കുന്നില്ല. എടുക്കാത്തതിന്റെ ദേഷ്യത്തിലായിരിക്കും. എന്നാ പിന്നെ ഒരു മിസ് കോൾ അടിക്കാം. വിളിക്കണ്ട. മിസ് കോൾ അടിച്ചു കളിക്കുന്ന ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ, ആരാ? ആരാചാര്? ഓ സോറി, റോങ് നമ്പർ. ഹലോ, DK സ്പീക്കിംഗ്. ഹു ആർ യു? ഞാനാ. ഞാനോ? ഏത് ഞാൻ? ജ്യോതിയാ ഞാൻ. കുശിനിക്കാരന് മനസ്സിലായില്ലേ? ജ്യോതിയോ? ഏത് ജ്യോതി? ഓ, മകരജ്യോതിയോ? അതോ വെള്ളയമ്പലം ജംഗ്ഷനിൽ ലോട്ടറി നടത്തുന്ന ജ്യോതിയോ? ആ, എന്താ ചേച്ചി കാര്യം? കുശിനിക്കാര ചുമ്മാ കളിക്കല്ലേ. നിങ്ങൾ എന്തൊരു ദുഷ്ടനാ മനുഷ്യ. എനിക്ക് ജോലി തരണ്ടെന്ന് നിങ്ങൾ ആ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. അതിനിപ്പോ എന്ത് വേണം? അങ്ങനെ എന്റെ ഭാര്യയുടെ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് കണ്ട കഫറ്റേരിയയിലൊക്കെ പോയി ജോലി ചെയ്താലേ അതിന്റെ നാണക്കേട് എനിക്കാം. പിണങ്ങിപ്പോയതാണെന്ന് നാട്ടുകാർക്കറിയില്ലല്ലോ. അതെ കുശിനിക്കാര, ഇത് ഇന്ത്യ മഹാരാജ്യോ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാജ്യത്തെ ഏത് പൗരനും എവിടെയും പോയി ജോലി എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നതേ ക്രിമിനൽ കുറ്റാ. ഓ, എന്റെ ഭാര്യ എവിടെ പോയി ജോലി ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ആണധികാരത്തിന്റെ അഹന്തയാ നിങ്ങക്ക്. ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ല. അല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതാവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എത്രയും വേഗം ഡിവോഴ്സ് ചെയ്ത് വെക്കോ, എന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലിക്ക് വെക്കോ. കേട്ടോടി ബേക്കറിക്കാരി. ഒരു സ്ത്രീയെ സഭ്യമല്ലാത്ത രീതിയിൽ എടി പൊടി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. വേണമെങ്കിൽ അതിനും കേസ് കൊടുക്കാൻ പറ്റും. എന്നാ താൻ കേസ് കൊടുക്ക്. നമുക്ക് കോടതി കാണാം. കാണാം കാണാം കുശിനിക്കാര. കാണാം. എന്തൊരു അഹങ്കാര. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഡിവോഴ്സ് ചെയ്യണം പോലും. കുശിനിക്കാരുടെ മനസ്സിരിപ്പ് കൊള്ളാം. തനിക്ക് ഞാനിപ്പോ തരാടോ ഡിവോഴ്സും. എന്താ ഇപ്പൊ ചിരിക്കാൻ? ഒന്നുമില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. അല്ലേ ആശാദ്? അതെ അതെ, നമ്മൾ ഈ നാട്ടുകാരല്ലേ. പക്ഷെ ഞാൻ ഈ നാട്ടുകാരിയാ. കളിയൊക്കെ വന്നിരിക്കോ. ആരായിരുന്നു ഫോണിൽ? DKയോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്?
അതെ മോളെ, ഭർത്താവിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കുറച്ചുകൂടി വിനയവും സൗമ്യതയും ഒക്കെ വേണ്ടേ? അതെ അതെ, നിന്റെ മമ്മിയെ പോലെ. എനിക്കിപ്പോ സൗകര്യം ഇല്ല. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. ജോലി മുടക്കാൻ നടക്കുന്ന ഒരു കുശിനിക്കാരൻ. നോ മൈ സൺ, ദിസ് ഇസ് റോങ്. അവളുടെ ജോബ് നീ എന്തിനാ ബ്രേക്ക് ഡൗൺ ആക്കുന്നത്? സ്ത്രീകൾക്ക് എവിടെയും പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റണം. അങ്ങനെ ഇപ്പൊ എന്റെ ഭാര്യയുടെ പേരിൽ ഇരുന്നുകൊണ്ട് ആരും വല്ലയിടത്തും പോയി ജോലി ചെയ്യാന്ന് വിചാരിക്കണ്ട. ഭാര്യ ജോലിക്ക് പോയിട്ടാ ജീവിക്കുന്നതെന്ന് പറയുന്നേ എനിക്ക് ഇഷ്ടമല്ല. അത് വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ടായിക്കൂടെ? ഡിവോഴ്സോ? എന്താ അമ്മ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലേ? അല്ല, അതിപ്പോ എന്താ ഇവിടെ പറയുന്നേ? ആ, ഈ വീട്ടിൽ ഉടനെ ഒരു ഡിവോഴ്സ് നടക്കും. അവള് വിളിച്ച് നല്ല ഡോസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് തുള്ളല്. അയ്യടി, ഡിവോഴ്സ് വേണം പോലും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടന്ന തന്നെ കാണിച്ചു തരാട്ടോ. അല്ല പിന്നെ എന്റെ അടുത്താ കളി. ഇതവളല്ലേ? MP വിഘ്നേശ്വര മൂർത്തിയും കൂടി എന്റെ ഏട്ടനെ ചതിക്കാൻ കെട്ടിയിറക്കിയവൾ. ഇവളോടൊന്ന് സംസാരിച്ചാലോ? ഇവളാരാന്നറിയാലോ? ഏയ്, ഉടനെയൊന്നുമില്ല. കുറച്ചുനാൾ എന്തായാലും എടുക്കും. ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാ വരുന്നേ? ഹലോ, അറിയോ? ദൈവമേ, ഡിക്കയുടെ ഭാര്യ. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾ എന്താ ആളെ കളിയാക്കുന്നേ? എനിക്ക് പോയിട്ട് വേറെ അത്യാവശ്യം. പറഞ്ഞിട്ട് പോയാ മതി. ഒരു അത്യാവശ്യമില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. വിടാനാ പറഞ്ഞത്. അങ്ങനെ പോവാൻ പറ്റില്ല. സാർ, മാഡം. സാർ ചെല്ലു സാർ. ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും സാർ. സാർ, ഞാനൊന്ന് നോക്കട്ടെ. മാഡം, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നുമില്ല. ഇത്രയ്ക്ക് ദയയില്ലാത്തവനാണോ ഈഡ്ലർ? ഞാൻ വീഴുന്നത് കണ്ടിട്ട് ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ലല്ലോ. എന്തെങ്കിലും പറ്റിയോ ആവോ? ഏയ്, വലിയ കുഴപ്പമൊന്നും കാണില്ല. ഒന്ന് ചെന്ന് നോക്കിയാലോ? ഓ ദുഷ്ട, കണ്ടില്ലേ കല്ല് പോലെ നോക്കിയിരിക്കുന്ന. ഹോസ്പിറ്റലിൽ പോണം മാഡം. ആ, ചിലപ്പോ വേണ്ടി വരുന്ന തോന്നുന്നു. വാ, എണീക്ക്. വാ, പോവാം.